ഹായ് ഓൾ, ഈശംശയ്ക്ക് സ്തുതിയാകട്ടെ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിലിപ്പീൻസിൻ്റെ ഒരു സിംബം കബി എന്നുള്ളൊരു ഫെസ്റ്റിവൽ സീസണിൻ്റെ സെലിബ്രേഷനാണ്. അത് ക്രിസ്മസിന് 9 days മുന്നേ അവർ ഈ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ കുറേ പേര് വരും, കുർബാന ഉണ്ടാവും, അതിൻ്റെ റിട്രീറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. സിംബം കബി എന്ന് പറയുന്നത് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്നറിയില്ല. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ചിൻ്റെ ഓൾട്ടറിൻ്റെ സ്ക്രീൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് വരും. അതായത് പള്ളിയുടെ അകത്ത് 3500 പേർക്ക് ഇരിക്കാൻ പറ്റും. പള്ളിയുടെ അകത്ത് അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഇപ്പോൾ എക്സ്ട്രാ ഒരു 2000-3000 സീറ്റ് വീണ്ടും വരും. അപ്പോൾ ഇതൊക്കെ ഫുള്ളായിരിക്കും. ഈ ഒരു 9 ദിവസത്തേക്ക് അവരുടെ ഒരു സെലിബ്രേഷനാണ്, ക്രിസ്മസ് സെലിബ്രേഷൻ. സിംബം കബി എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ നമ്മുടെ ഇവിടെ ക്രിസ്മസ് കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആഫ്രിക്കൻ ട്രഡീഷൻ പ്രകാരമാണ് ക്രിസ്മസ് കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അടുത്തൊരു കമ്മ്യൂണിറ്റിയാണ് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി. കുറച്ച് മുന്നേ മലയാളം കമ്മ്യൂണിറ്റിയാണ് ഇത് ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ ട്രഡീഷൻ പ്രകാരമുള്ള വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് നിർത്തിയിട്ടുള്ളത് രാജാക്കന്മാരെ. പിന്നെ ഉണ്ണീശോയ്ക്ക് പകരം ബൈബിള് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുൽക്കൂടിൻ്റെ ഒരു പുൽക്കൂട് ഓൾറെഡി റെഡിയായി. ഇനി ക്രിസ്മസ് ആയാൽ മതി, ഉണ്ണിപ്പിറന്നാൽ മതി. ഉണ്ണിപ്പിറക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് പിറക്കേണ്ടത്. അതിൻ്റെ സിംബലൈസേഷനാണ് ഈ പുറത്ത് പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിന് പ്രതീകാത്മകമായിട്ടാണ് പുറത്ത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ഉള്ളിൽ ഈശോ ജനിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കത്തസഭയിലെ ഏറ്റവും വലിയ സെലിബ്രേഷനാണ് ക്രിസ്മസ്. അപ്പോൾ അതിന് കത്തസഭ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പീൻസിന് കൂടുതൽ ഒരുക്കം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ കസാരകളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5000-6000 പേർക്ക് സിറ്റിംഗ് ഉണ്ടാവും. എൻ്റെ ഒരു ഊഹം ഏകദേശം അത്രയ്ക്ക് ഉണ്ടാവും. ഇതൊരു പാരിഷ് ഓഫീസ്. ഇതിന് വേണ്ടിയിട്ട് പള്ളിയും ഭക്തജനങ്ങളും എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പള്ളിയുടെ ബാക്കിലേക്ക് എത്തി. അപ്പോൾ അവിടെ ബുഷസൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ കൈക്ക് ഇങ്ങനെ ഓടിച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കൈ ഇങ്ങനെ ഓടിച്ച് പോകാനായിട്ട് നടന്ന് പോകുമ്പോൾ ബുഷസിൻ്റെ മുകളിൽ. നമ്മൾ ഇവിടെ എത്തി. നമ്മുടെ മാതാവിൻ്റെ ഗ്രോറ്റോൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് നല്ല ഭംഗിയുണ്ട്. എന്താണെന്നറിയില്ല, ഈ ഡിസംബർ മാസമാകുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിന് പ്രത്യേക ഭംഗി കാര്യങ്ങളൊക്കെ വരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നലാണെന്നൊക്കെ അറിയില്ല, പക്ഷെ തോന്നലല്ല എന്നെനിക്ക് തോന്നണം. ശരിക്കുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാതാവിൻ്റെ അടുത്ത് നമുക്ക് അനുഗ്രഹം ചോദിക്കാം. ദൈവം ഉയർത്തിയ പോലെ നമുക്ക് അപമാനിക്കാതിരിക്കാം. ഒരു മുട്ടത്തൊന്നിൻ്റെ പോലെയൊക്കെയാണ് മാതാവിനെ കണക്കാക്കുന്നത് എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല. ദൈവം ബഹുമാനിച്ചതിന് നമ്മൾ എന്നത് ദോഷം വിധിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സിംബം കബിയുടെ ഭാഗമായിട്ട് ഇവരുടെ ഫിലിപ്പീനിയുടെ ഫുഡ് ഫെസ്റ്റും ഉണ്ട്. അത് പള്ളിയുടെ കോമ്പൗണ്ട് തൊട്ട് അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പള്ളി അവർ സെപ്പറേറ്റഡായിട്ട് കോമ്പൗണ്ട് സെപ്പറേറ്റഡായിട്ട് മാറ്റി വെച്ചേക്കുന്നു. അതിന് ഈ പറഞ്ഞ ഫുഡ് ഫെസ്റ്റൊക്കെ സൈഡിലേക്ക് മാറ്റിച്ചു. സിംബം കബിയുടെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്, സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവരുടെ കുറേ ഫുഡ് സ്റ്റാളുകളൂടെ ഉണ്ട്. ഇവരുടെ കുറേ സംഭവങ്ങളാണ്. എനിക്ക് അത്രയും അങ്ങോട്ട് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ഭക്ഷണം. നമ്മുടെ ടേസ്റ്റ് ബഡ്സായിട്ട് ചേർന്ന് പോയില്ലെന്ന് തോന്നല്.
ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ സ്വീറ്റ്സ് ആയിട്ടുള്ള ടൈപ്പ് ബണ്ണുകളുണ്ട്. ഈ ബീട്രൂട്ടിൻ്റെ ചാറുണ്ടൊക്കെ നോക്കിയിട്ടൊരു ഉണ്ടാക്കണ ബെന്നൊക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പള്ളിയുടെ ഫ്രണ്ടിലേക്ക് എത്തി. ഫ്രണ്ടിൻ്റെ സൈഡിലേക്ക് എത്തി. നമുക്ക് ക്രിസ്മസ് ട്രീ അടുത്ത് നിന്ന് കാണാം. അല്ല, കുറച്ച് അകർന്ന് കാണുന്നുണ്ട്. നമ്മൾ വീണ്ടും അടുത്തേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഖത്തറിൽ 5 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നൈറ്റ് വന്ന് തുടങ്ങി. കാരണം ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. വളരെ ഏർലി ആയിട്ട് നൈറ്റ് ആവും, ലേറ്റായിട്ട് തന്നെ മോർണിംഗ് ആവുള്ളൂ. ഓക്കെ, ക്രിസ്മസ് ട്രീ ഒരുങ്ങി കഴിഞ്ഞു. ഈശോക്ക് വന്ന് പിറന്നാൽ മതി. നമ്മുടെ ഉള്ളിൽ ആദ്യം പിറക്കണം, പാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ഈ ക്രിസ്മസ് കോഡിൻ്റെയും ക്രിസ്മസ് ട്രീയുടെയും ഒക്കെ സിംബലൈസേഷൻ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ഒരു വേദന ഉണ്ടാവണം നമ്മുടെ പാവകളിൽ നിന്ന് പിന്തിരിയാനുള്ളത്. അല്ലാണ്ട് ഇതല്ല മെയിനായിട്ട്, ഇതൊക്കെ സിംബലൈസേഷൻ മാത്രമാണ്. ഓക്കെ, ഈശോ എല്ലാവരും ഇരിക്കട്ടെ. അല്ല.